Hi, Makkals, welcome back to Echupod. I'm Jessna, your English tutor. So, today we are going to discuss our new chapter, The Snake and the Mirror. അപ്പോൾ എക്സാം ഒക്കെ ഇങ്ങ് എത്തിയിട്ടുണ്ട് അല്ലേ? നമ്മളെല്ലാ ആൾക്കാരും നമ്മൾ SSLC എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഇപ്പോൾ പഠിക്കുന്ന ഒരു സമയമാണ്. സോ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇംഗ്ലീഷ് അടിപൊളിയാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം? ഓരോ ചാപ്റ്റേഴ്സ് നന്നായിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അല്ലേ? സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ആൻഡ് അത് മാത്രമല്ല ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് അല്ലേ? അപ്പോൾ ഏത് രീതിയിലുള്ള ചോദ്യം വന്നാലും നമുക്ക് ആദ്യം എന്തറിയണം? ഈ ചാപ്റ്ററിൽ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ എന്താ പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം അല്ലേ? ഇതിലെ മേജർ ഇവന്റ്സ് അല്ലെങ്കിൽ ഇതിന്റെ സമറി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് റൈറ്റ് ആൻസർ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ വരാനാണ് സാധ്യത? യെസ്, ഡയറി വരാൻ സാധ്യതയുണ്ട്, നറേഷൻ വരാറുണ്ട്, ദെൻ അതേപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ചും ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യം വന്നാൽ എങ്ങനെ ഇപ്പൊ നമ്മൾ അതിനെ ആൻസർ ചെയ്ത അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചാൽ ഇതേപോലെയുള്ള ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള അല്ലേ? ചെറിയ ചെറിയ ഡിഫറൻസുകൾ മാത്രം വരുത്തിയാൽ തന്നെ ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്താൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും? പാമ്പും കണ്ണാടിയാണ് അല്ലേ? പാമ്പും കണ്ണാടിയാണെന്ന് നമുക്ക് അറിയാം. സോ എന്താണ് ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നതെന്ന് അറിയാം. നോക്ക്, ഇവിടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്താ പറയുന്നത്? ബഷീർ ദ സുൽത്താൻ ഓഫ് സ്റ്റോറി ഈസ് എ ട്രൂ ലവർ ഓഫ് നേച്ചർ. കഥകളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ഒരാളാണ് നമ്മുടെ ഈ ഓദർ എന്ന് പറയുന്നത് അല്ലേ? അഥവാ ഈ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് ബഷീറാണ്. സോ ബഷീർ അറിയപ്പെടുന്നത് തന്നെ അല്ലേ അദ്ദേഹത്തിന്റെ കഥകളുടെ ഒരു സുൽത്താൻ എന്നുള്ള രീതിയിലാണ്. ആൻഡ് അദ്ദേഹം ശരിക്കും എന്താണെന്നുള്ള ട്രൂ ലവർ ഓഫ് നേച്ചർ എന്നുള്ളതാണ്. ഓക്കെ, പ്രകൃതി ഒരു സ്നേഹിയാണ് എന്നുള്ള രീതിയിലാണ്. സോ ഹി ഹൈലൈറ്റ്സ് ദ ബ്ലെൻഡ് ഓഫ് ഓൾ ക്രിയേച്ചേഴ്സ് ആൻഡ് നേച്ചർ ഇൻ ഹിസ് സ്റ്റോറീസ്. അദ്ദേഹത്തിന്റെ കഥകളിലൊക്കെ എന്താ പ്രത്യേകത? കഥകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലൊക്കെ അദ്ദേഹം എന്തൊക്കെയല്ലേ പ്രകൃതിയിലെ ഇപ്പോൾ പലതരത്തിലുള്ള ജീവജാലങ്ങളുടെയും അതേപോലെ തന്നെ നാച്ചുറിനൊക്കെ അല്ലെ പ്രകൃതിയും ജീവജാലങ്ങളൊക്കെ യോജിപ്പിച്ചുകൊണ്ട് ഇതിനൊക്കെ ഒരു മിക്സ്ചർ പോലെയാണ് ശരിക്കും അദ്ദേഹത്തിന്റെ റൈറ്റിങ്സ് ഒക്കെ എന്നുള്ള. ഇവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന്റെ സ്റ്റോറീസിൽ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ദ സ്റ്റോറീസ് ഇവോക്ക് ഹ്യൂമർ ആൻഡ് സർക്കാസം ഓൺ ദ ഫോളീസ് ഓഫ് മാൻ. അങ്ങനെ പറഞ്ഞാൽ എന്താടാ? അതായത് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റോറി, ഇതെന്താണ് നമ്മളിൽ ഇവോക്ക് ചെയ്യുന്നത്, നമ്മൾ ഉണർത്തുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഹ്യൂമർ എന്ന് പറയും അല്ലെ? ഹ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താടാ? നർമ്മമാണ് അല്ലെ? നർമ്മമാണ്. എന്നാൽ സർക്കാസം എന്ന് പറഞ്ഞാൽ എന്താ? പരിഹാസാണ്. ഓക്കെ, അപ്പം ഇതിൽ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഓൺ ദ ഫോളീസ് ഓഫ് മാൻ, അതായത് മനുഷ്യന്റെ ഒക്കെ അല്ലെ പിഴവുകളില്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു സർക്കാസം അതേപോലെ തന്നെ ഹ്യൂമർ ഒക്കെ അടങ്ങിയിട്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ്. സോ ഹിയർ ഈസ് സച്ച് എ സ്റ്റോറി. അപ്പൊ നമ്മൾ പറയാൻ പോകുന്ന സ്റ്റോറിയും അങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ നോക്കാം, ഇവിടെ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്? ഹിയർ യു ക്യാൻ സീ അല്ലേ? നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാ? ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് അല്ലേ? ഒരു യങ് മാൻ ഇരിക്കുന്നുണ്ട്. സിറ്റിംഗ് അല്ലേ? ഇരിക്കുന്നുണ്ട്. ആൻഡ് എന്താ ശരിക്കും അദ്ദേഹം ചെയ്യുന്നതെന്നുള്ളതാണ്. അദ്ദേഹം ജസ്റ്റ് ഇങ്ങനെ മിററിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണല്ലേ? മിററിൽ നോക്കി തന്റെ ഭംഗി ആസ്വദിക്കുന്ന ഒരാളെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. സോ അപ്പൊ എന്താണ് ഇനി ഇതിൽ സംഭവിക്കുന്നത് എന്നുള്ള അറിയാനുള്ള ഒരു കൗതുകം ഉണ്ടാവും നിങ്ങൾക്ക് അല്ലെ? സോ നോക്കടാ, എന്താണ് ഇതിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്നുള്ളതാണ് മാം ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ശ്രദ്ധിച്ചു കേട്ടോ. സോ നോക്ക്, The Snake and the Mirror, written by Waikum Muhammad Bashir, is a narrative inside a narrative. അപ്പോൾ ഈ ഒരു സ്റ്റോറി ശരിക്കും എന്താണെന്നാ പറഞ്ഞിട്ടുള്ളത്? ശരിക്കും നറേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? നറേഷൻ എന്ന് പറഞ്ഞാൽ വിവരണമാണ് അല്ലെ? കൃത്യമായിട്ട് ആദ്യം എന്താ സംഭവിച്ചത്, പിന്നെന്താ സംഭവിച്ചത്, ഇങ്ങനെ ഒരു സീക്വൻസോട് കൂടിയിട്ട് അവതരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? നറേഷൻ എന്ന് പറയാം. സോ ഇവിടെ ഓൾറെഡി ഒരു വിവരണമാണ്, അതിനുള്ളിൽ അല്ലെ ഒരു നറേറ്റീവിന്റെ ഉള്ളിലല്ലേ മറ്റൊരു നറേറ്റീവ് ആണ് എന്നുള്ള. അതായത് ഒരു കഥക്കുള്ളിൽ മറ്റൊരു കഥ ഇങ്ങനെ പറയുന്ന പോലെയാണ് എന്നുള്ള തന്നെ. ഓക്കെ, സോ നോക്ക്, in this story the narrator tell us about a story which was told to him by a homeopathic doctor. അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റോറിയിൽ നറേറ്റർ നമ്മളോട് ഒരു കഥ പറയാണ്, അതായത് ഒരു കാര്യം ഇങ്ങനെ വിവരിക്കുകയാണ്. അപ്പം അത് അദ്ദേഹം വിവരിക്കുന്നത് എന്താ? അദ്ദേഹത്തോട് മറ്റൊരു അല്ലെ ഒരു ഹോമിയോപതിക് ഡോക്ടർ വിവരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നറേറ്റർ നമ്മളോട് വിവരിക്കുന്നത് എന്നല്ല. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നറേറ്റീവ് ഇൻസൈഡ് എ നറേറ്റീവ് എന്ന് പറയാനുള്ള കാരണം എന്നുള്ളത്. സോ നോക്ക്, despite the fact that the narrative contains a terrifying plot, the entire narration is written in a humorous manner. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ
ഈ നറേറ്റീവില് എന്ത് നടക്കുന്നുണ്ട്? ഭയങ്കര ഒരു ടെറിഫയിങ് ആയിട്ടുള്ള അല്ലെ, നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. എന്നാലും ഇതില് ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലാണ് പല കാര്യങ്ങളും ഇതിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഹ്യൂമറസും ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ്. സോ ദ നറേറ്റീവ് വാസ് അബൌട്ട് എ യങ് ഹോമിയോപ്പതിക് ഡോക്ടർ who, due to his low income, lived in poverty when he was young and in his early days of medical practice. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? ഇതിലെ ഈ നറേറ്റീവില് നമ്മുടെ അല്ലെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ യങ് ഹോമിയോപ്പതിക് ഡോക്ടർ ആണ് എന്നുള്ള കേട്ടോ. വലിയ പ്രായമൊന്നുമില്ലാത്ത ഒരു യങ് ആയിട്ടുള്ള അല്ലെ ഒരു ഹോമിയോപ്പതിക് ഡോക്ടറെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. ആൻഡ് എന്താണ് അവന്റെ പ്രത്യേകത? എന്താ? എങ്ങനെയുള്ള ഒരു ഹോമിയോപ്പതിക് ഡോക്ടർ ആണ് എന്നുള്ളതാണ്. സോ നോക്ക്, അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് എന്നുള്ള അല്ലെ, അദ്ദേഹം ഡ്യൂ ടു ഹിസ് ലോ ഇൻകം, തനിക്ക് അങ്ങനെ വലിയ വരുമാനമൊന്നുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ lived in poverty, അതായത് ദാരിദ്ര്യത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നുള്ളതാണ്. when he was young and in his early days of medical practice അല്ലെ, എന്തുകൊണ്ടാണ്? അദ്ദേഹം ഓൾറെഡി അദ്ദേഹത്തിന് വലിയ ഏജ് ഒന്നുമില്ല, വലിയ പ്രാക്ടീസ് ഒന്നും ആയിട്ടില്ല അല്ലെ, അദ്ദേഹം ആ ഒരു മെഡിക്കൽ പ്രാക്ടീസിന്റെ സമയത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മതിയായിട്ടുള്ള ഇൻകം ഒന്നുമില്ല, ലോ ഇൻകം ആണ്. സോ അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് അല്ലെ, അദ്ദേഹത്തിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് പോവർട്ടിയിലായിരുന്നു. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് എഫേർട്സ് ടു ഇംപ്രൂവ് ഹിസ് കണ്ടീഷൻ, ഹി വാസ് മോർ കൺസേൺഡ് അബൌട്ട് ഹിസ് അപ്പിയറൻസ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? അതായത് തന്റെ അല്ലെ ഈ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോവർട്ടിയിലാണ് അവൻ ജീവിക്കുന്നത്. സോ ആ ഒരു കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാ എന്നത് ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് അവൻ ചെയ്യുന്ന കാര്യം എന്താണ് ശരിക്കും അല്ലെ? പകരം അവൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഹി വാസ് വെരി കൺസേൺഡ് അബൌട്ട് ഹിസ് ഫിസിക്കൽ അപ്പിയറൻസ്. തന്റെ ഈ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെ, ഞാൻ സുന്ദരനാണോ, എന്നെ കാണാൻ ഭംഗിയുണ്ടോ അല്ലെ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് അദ്ദേഹത്തിന് ഭയങ്കര കൺസേൺ ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഭയങ്കര ആശങ്ക ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മെഡിക്കൽ പ്രാക്ടീസ് ഒക്കെ അല്ലേ, അപ്പൊ ആ ഒരു മെഡിക്കൽ ഫീൽഡിൽ ഇംപ്രൂവ് ചെയ്യാനൊന്നല്ല അദ്ദേഹം നോക്കുന്നത് അല്ലെ. ഇൻസ്റ്റഡ് പകരം അദ്ദേഹം ചെയ്യുന്നത് ഇങ്ങനെയുള്ള ബ്യൂട്ടി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഭയങ്കര കൺസേൺഡ് ആയിട്ട് ഇരിക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ വൺ സമ്മർ നൈറ്റ്, അങ്ങനെ അല്ലേ ഒരു ദിവസം അല്ലെ, സമ്മറിലെ ഒരു രാത്രി, while he was observing his appearance in a large mirror in his room, അദ്ദേഹം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? തന്റെ റൂമില് വലിയൊരു മിറർ ഉണ്ട്. ആ മിററിൽ ഇങ്ങനെ നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ബ്യൂട്ടി ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് he took the most earth-shaking decision. അപ്പൊ ആ സമയത്ത് അവൻ എന്ത് ഡിസിഷൻ എടുത്തു എന്നല്ല, എന്ത് തീരുമാനം എടുത്ത്? അവനിങ്ങനെ നോക്കിയിട്ട്, കണ്ണാടിയിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അവൻ അവിടെ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് അല്ലെ. അതാണ് ഭൂമി കുലുങ്ങുന്ന രീതിയിലുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്. എന്താണ് അവൻ എടുത്ത ആ തീരുമാനം എന്നുള്ളതാണ്. ഓക്കെ, നോക്ക്, അതാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. എന്താണടാ? യെസ്, ലൈക്ക് ഗ്രോയിങ് എ സ്മോൾ മസ്റ്റാഷ് അല്ലെ, ചെറിയ ഒരു മീശൊക്കെ വളർത്തുക. then അതേപോലെ തന്നെ കീപ്പിംഗ് എ കോൺസ്റ്റന്റ് സ്മൈൽ, നല്ല എപ്പോഴും അല്ലെ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുക. then അതേപോലെ തന്നെ മാരിയിങ് ആൻ ഒബീസ് റിച്ച് ഡോക്ടർ, അതായത് എങ്ങനെയുള്ള ഒരാളെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒബീസ് ആയിട്ടുള്ള അല്ലെ, കുറച്ച് തടിച്ചിട്ടൊക്കെ ഉള്ള, എന്നാൽ ഭയങ്കര ക്യാഷ് ഒക്കെ ഉള്ള റിച്ച് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കല്യാണം കഴിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള തീരുമാനങ്ങളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് എന്നുള്ള. ഓക്കെ, സോ നോക്ക്, well he was thinking about it. അപ്പോൾ ഈ ആളില്ലേ, നമ്മുടെ ഹോമിയോപ്പതിക് ഡോക്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ആളിങ്ങനെ മിററിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണേ. ഓക്കെ, അപ്പോൾ നല്ലൊരാളല്ലേ, ഹോബീസ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കണം, അങ്ങനെ മീശൊക്കെ ചെറുതായിട്ട് വളർത്തണം, then അതേപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് സ്മൈലൊക്കെ കീപ്പ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീരുമാനമൊക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ആൾ എന്ത് ശ്രദ്ധിക്കുന്നില്ല? തന്റെ ചുറ്റും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്, ബട്ട് അദ്ദേഹം അത് ചിന്തിക്കുന്നില്ല, നോട്ടീസ് ചെയ്യുന്നില്ല എന്നുള്ള. well he was thinking about it അല്ലെ, അതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്ന സമയത്ത് he didn't notice the dangerous repeated sound from above in his room since he assumed it was from rats. അതായത് തന്റെ റൂമിൽ നിന്നല്ലേ ഇങ്ങനെയുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിലുള്ള സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് ആക്ച്വലി, പക്ഷെ അദ്ദേഹം അത് നോട്ടീസ് ചെയ്യുന്നില്ല, അദ്ദേഹം അതിൽമൊക്കൊന്നും ശ്രദ്ധ കൊടുക്കുന്നില്ല. അദ്ദേഹം വിചാരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ അത് വലിയ റാറ്റ്സ് ഒക്കെ ആയിരിക്കും അല്ലെ, എലികളൊക്കെ ഉണ്ടാക്കുന്ന എന്തോ ശബ്ദമാണെന്നുള്ള രീതിയിൽ അതെന്നെ മൈൻഡ് ആക്കും. ഓക്കെ, so he was so proud of himself for being a doctor and a handsome person. എന്നിട്ട് അദ്ദേഹം ശരിക്കും ഈ കണ്ണാടിയിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അദ്ദേഹത്തിന് ഭയങ്കര അല്ലെ അഭിമാനം തോന്നാണ് തന്റെ ഈ ഒരു സൗന്ദര്യത്തിലും അതേപോലെ തന്നെ ഒരു ഡോക്ടർ ആണ് എന്നുള്ള രീതിയിലും ഭയങ്കര അല്ലെ ആ ഒരു അഭിമാനത്തോടു കൂടി അദ്ദേഹം ഇങ്ങനെ നിൽക്കായിരുന്നു എന്നുള്ള. ഓക്കെ, സോ നോക്കും, his carelessness landed him in a trouble as he happened to encounter a snake that caused him to forget everything except the need to save his life and focus solely on God. എന്നിട്ട് എന്താ ഇവിടെ പറഞ്ഞേ? അദ്ദേഹത്തിന്റെ ഈ ഒരു ശ്രദ്ധയില്ലായ്മ, അദ്ദേഹത്തിന്റെ ഈ ഒരു കെയർലെസ്നെസ് അദ്ദേഹത്തിന് എന്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്നാണ് പറയുന്നത്. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? യെസ്, ഒരു ട്രബിളിലേക്ക് എത്തിച്ചു അല്ലേ.
ഒരു വലിയൊരു അപകടത്തിലേക്കാണ് ശരിക്കും അദ്ദേഹത്തിന്റെ ഈ ഒരു കെയർലെസ്നെസ് അദ്ദേഹത്തെ കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അതെന്തായിരുന്നു അല്ലെ? എന്തായിരുന്നു ആ ട്രബിൾ എന്ന് പറഞ്ഞാൽ? ടു എൻകൗണ്ടർ എ സ്നേക്ക്, അതായത് ഒരു സ്നേക്കുമായിട്ടുള്ള ഏറ്റുമുട്ടൽ. എൻകൗണ്ടർ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അഥവാ ഈ ചാപ്റ്ററിന് നറേഷൻ ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ ഡയറി എഴുതുമ്പോഴൊക്കെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന് എന്താ ഇവിടെ സംഭവിച്ച ട്രബിൾ എന്നുള്ളത്. അദ്ദേഹം എന്താണ്, യെസ്, അദ്ദേഹം ഈ ഒരു സ്നേക്കുമായിട്ട് ഏറ്റുമുട്ടൽ അല്ലെ, ഒരു ഏറ്റുമുട്ടൽ അവിടെ സംഭവിച്ചു. അതായത് ആ ഒരു സ്നേക്ക് അദ്ദേഹത്തിന് ഇവിടെ കോയിൽ ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനാണ് ഇവിടെ എന്ത് പറഞ്ഞത്, എൻകൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് മറക്കാൻ വേണ്ടി പാടില്ല, ടു എൻകൗണ്ടർ എ സ്നേക്ക് എന്നുള്ളത് അല്ലെ. ഓക്കെ, സോ നോക്ക്, എന്നിട്ട് എന്താ പറഞ്ഞത്, അങ്ങനെ ആ ഒരു കെയർലെസ്നെസ് അദ്ദേഹത്തിന് ഈ ഒരു പാമ്പുമായിട്ടുള്ള ഏറ്റുമുട്ടൽ എത്തിച്ചു. ആൻഡ് അത് മാത്രമല്ല, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്നാ പറഞ്ഞിട്ടുള്ളത്, ടു ഫോർഗെറ്റ് എവറിത്തിങ് എക്സെപ്റ്റ് നീഡ് ടു സേവ് ഹിസ് ലൈഫ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹം മറന്നുപോയി. കാരണം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ വന്നത്, ഒരു പാമ്പാണ് അല്ലേ, പാമ്പാണ് തന്റെ മുന്നിൽ തന്നെ വന്ന് പെട്ടത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നെ മറ്റൊന്നും ഓർമ്മയില്ലായിരുന്നു, എല്ലാ കാര്യങ്ങളും അദ്ദേഹം മറന്നുപോയി. അദ്ദേഹത്തിന് ഒരൊറ്റ ചിന്ത ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ, അതെന്താടാ, സ്വന്തം ജീവൻ രക്ഷിക്കാന്നുള്ളത് മാത്രം അല്ലെ, ജീവൻ ഒന്ന് തിരിച്ചു കിട്ടണം എന്നുള്ളത് മാത്രമായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഫോക്കസ് സോൺലി ഓൺ ഗോഡ്. ആൻഡ് അത് മാത്രമല്ല, ദൈവത്തിലും അല്ലെ, ദൈവത്തിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ജീവൻ രക്ഷിക്കണം, ഈ ഒരു ചിന്ത മാത്രം അദ്ദേഹത്തിന് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. That snake curls around his arm and spread out its hood. എന്നിട്ട് എന്താ ചെയ്തിട്ടുള്ളത്, ഈ സ്നേക്കിനെ അല്ലെ, സ്നേക്കിനെ അദ്ദേഹം കണ്ടു. അപ്പൊ ആ സ്നേക്ക് നേരെ എവിടെ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന് ഈ അല്ലെ, അദ്ദേഹത്തിന് ഈ ഒരു ഹാമിന്റെ ഭാഗത്തായിട്ട്, ഈ ഒരു ഭാഗത്തായിട്ട് അതിങ്ങനെ കോയിൽ ചെയ്തിട്ടുണ്ട്, അതായത് ചുറ്റി എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, കോയിൽ ചെയ്യാന്ന് പറഞ്ഞാല് ഇതിങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ നിൽക്കാണ് തൊട്ടടുത്ത്. ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്, പാമ്പിലെ ഇത്രയും അടുത്ത് നിൽക്കാണ്. ഓക്കെ, സോ ആൻഡ് സ്പ്രെഡ് ഔട്ട് ഇറ്റ്സ് ഹൂഡ്, എന്നിട്ട് അതിന്റെ പത്തിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ നിൽക്കാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് ആര് ഫേസ് ചെയ്യുന്നത്, നമ്മുടെ യങ് ഹോമിയോപ്പതി ഡോക്ടർ ഫേസ് ചെയ്യുന്നത്. സോ എ ട്വിസ്റ്റ് ഇൻ ദ നറേറ്റീവ് അക്വയർഡ് അറ്റ് ദാറ്റ് ടൈം. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. അതെന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇത്രയും വലിയൊരു ഭീകരമായിട്ടുള്ള സിറ്റുവേഷനിലാണ്, പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റാണ് നടക്കുന്നത്. ആ ട്വിസ്റ്റ് എന്താ എന്നുള്ളതാണ് നോക്ക്. എ ലാർജ് മിറർ ഇൻ ദ ഡോക്ടേഴ്സ് റൂം abruptly diverted the snake that was going to kill the doctor. പക്ഷേ ഈ സ്നേക്ക് ഇങ്ങനെ അല്ലെ കൊത്താനൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് സ്നേക്ക് എന്ത് കാണുന്നത്, യെസ്, ഡോക്ടർ അതുവരെ നോക്കിയിട്ടുണ്ടായിരുന്ന ആ ലാർജ് മിറർ ഉണ്ടല്ലോ, ആ മിറർ കാണുന്നത്. അപ്പൊ മിറർ കണ്ടപ്പോ സ്നേക്കും അറിയാതെ സ്നേക്കിന്റെ റിഫ്ലക്ഷൻ എവിടെ കാണാണ്, ഈ മിററിൽ കണ്ടു. അപ്പൊ അതുവരെ ഈ ഹോമിയോപ്പതിക് ഡോക്ടർ നോക്കിയിരുന്ന പോലെ തന്നെ സ്നേക്കും എന്ത് ചെയ്യാണ്, നേരല്ലേ അതിലേക്ക് നോക്കി പോവാണ് എന്നുള്ളതാണ്. And the snake moved closer to the mirror to see its own reflection. അപ്പൊ അതിന്റെ തന്നെ ആ റിഫ്ലക്ഷൻ കാണാൻ വേണ്ടിട്ട് സ്നേക്ക് എന്ത് ചെയ്യും, യെസ്, ഇദ്ദേഹത്തെ കൊത്തുന്നല്ലേ ആ കാര്യത്തില്, ആ കാര്യം അങ്ങോട്ട് വിട്ടിട്ട് നേരെ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് സ്നേക്ക് ഇങ്ങനെ പാമ്പ് ഇങ്ങനെ നോക്കിയിരിക്കും എന്നുള്ളതാണ്. ആ കണ്ണാടിയിൽ അതിന്റെ തന്നെ ആ റിഫ്ലക്ഷൻ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നോക്ക്, the author was able to flee his dangerous situation as a result of just that. അപ്പൊ ആ ഒരൊറ്റ കാര്യം കൊണ്ട്, അതായത് സ്നേക്ക് തന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോയി നേരെ കണ്ണാടി നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് ആരവിടെ എസ്കേപ്പ് ആയി എന്നുള്ളതാണ്, ഫ്ലീ ചെയ്തു എന്നുള്ളതാണ്. യെസ്, നമ്മുടെ ഓഥർ അല്ലേ, ഓഥർ എസ്കേപ്പ് ആയി എന്നുള്ള. അപ്പൊ ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് അവിടെ നമ്മുടെ ഓഥർ എസ്കേപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റില്ല അല്ലെ. സോ നോക്ക്, ദ മിറർ ദാറ്റ് കോസ്റ്റ് ഹിം ദ ഡോക്ടർ അല്ലെ, അതായത് ഈ മിററാണ് ശരിക്കും അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തല്ലേ ജീവിതത്തിനൊക്കെ ബാധിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അദ്ദേഹം മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല, എങ്ങനെ ഈ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ആലോചിക്കുന്നില്ല. അതൊക്കെ ആലോചിക്കാതെ എന്നും ഇങ്ങനെ ഈ മിററിൽ മാത്രം നോക്കിയിട്ട് അതെങ്ങനെ ഭയങ്കര കൺസേൺഡ് ആയിട്ട് ഇരിക്കുന്ന അല്ലെ, അതേ സെയിം മിറർ തന്നെയാണ് അദ്ദേഹത്തെ ഇവിടെ രക്ഷിച്ചിട്ടുള്ളത്. കാരണം ആ മിറർ ഉള്ളതുകൊണ്ടല്ലേ ആ പാമ്പ് ഇങ്ങനെ ഇറങ്ങി പോയിട്ട് പാമ്പിന്റെ റിഫ്ലക്ഷൻ കാണാൻ വേണ്ടി പോയത്, അല്ലെങ്കിൽ ഈ പാമ്പ് എന്ത് ചെയ്യും, അദ്ദേഹത്തെ കൊത്തും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ മിറർ തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ ലൈഫ് സേവ് ചെയ്തു എന്നുള്ളതാണ്. സോ ഹാഡ് ഫൈനലി സേവ്ഡ് ഹിസ് ലൈഫ്, തന്റെ ജീവിതം അല്ലെ, ആ ജീവൻ അവിടെ രക്ഷിച്ചു എന്നുള്ളതാണ്. After that, he reached one of his friend's house. എന്നിട്ട് അദ്ദേഹം നേരെ എസ്കേപ്പ് ആയിട്ട് എങ്ങോട്ടാ പോയെ, അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. He stayed there at that night. അങ്ങനെ ആ ദിവസം രാത്രി അദ്ദേഹം അവിടെ സ്റ്റേ ചെയ്തു. Then the next day he came back to home with some friends. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, രാവിലെ തന്നെ അല്ലെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, പക്ഷെ നിർഭാഗ്യവശാൽ അല്ലെ, നിർഭാഗ്യവശാൽ എന്താണ്, all his properties were stolen by some thieves. പക്ഷെ ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ എല്ലാ പ്രോപ്പർട്ടീസും എന്തായിട്ടുണ്ട്, കള്ളന്മാരല്ലേ, തീവ്സ് വന്നിട്ട് അതെല്ലാം മോഷ്ടിച്ചു എന്നുള്ളതാണ്. സ്റ്റോളൻ ചെയ്തു, മോഷ്ടിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, the thief had left only one belonging. ഒരൊറ്റ
ഒറ്റ സംഭവം മാത്രമേ അവർ ബാക്കി വെച്ചിട്ടുള്ള ആ വീട്ടില്. അതെന്താടാ? നോക്ക്, ഹിസ് ഡർട്ടി വെസ്റ്റ്. അദ്ദേഹത്തിന്റെ ആ മുഷിഞ്ഞിട്ടുണ്ടായിരുന്ന ഈ അല്ലെ അദ്ദേഹത്തിന്റെ ഈ ഒരു ബനിയൻ ഉണ്ടല്ലോ, നമ്മൾ അടിയിലൊക്കെ ഇടുന്ന ഈ ബനിയൻ. അപ്പൊ ഈ ബനിയൻ മാത്രമേ അവിടെ ബാക്കി വെച്ചിട്ടുള്ളൂ. ബാക്കി ഒന്നുമില്ല. എല്ലാവരും കൊണ്ടുപോയി ഫുൾ അവിടെ കാലിയാക്കി ക്ലീൻ ആക്കി കൊടുത്തു എന്നുള്ളതാണ്. അപ്പം അവർക്ക് വരെ വേണ്ടാത്ത അദ്ദേഹത്തിന്റെ അത്രയും അല്ലെ വൃത്തിഹീനമായിട്ടുള്ള ആ ഡേർട്ടി വെസ്റ്റ് മാത്രം അവിടെ വെച്ചു. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ സമറി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിലെ മേജർ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ. സോ എന്താണ് ഈ ഒരു സ്റ്റോറി നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന കാര്യം അല്ലേ? സോ നോക്കൂ, ദ സ്റ്റോറി അഡ്രസ്സസ് തീംസ് സച്ച് ആസ്. ഇതിൽ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീം എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, കെയർലെസ്നെസ് അഥവാ നമ്മുടെ ശ്രദ്ധയില്ലായ്മ അല്ലേ. അതേപോലെ തന്നെ പ്രൈഡ്. പ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താടാ? അഹംഭാവം. ദെൻ എക്സസീവ് സെൽഫ് അഡ്മിറേഷൻ. അങ്ങനെ പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളെ അല്ലെ സെൽഫ് അഡ്മിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്വയം പ്രശംസിക്കുകയാണ്. പക്ഷേ അത് സ്വയം പ്രശംസിക്കുക എന്നുള്ളത് എക്സസീവ് ആകുമ്പോൾ അല്ലെ കൂടുതലാകുന്നത് എന്താണ്? അപകടമാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒബ്ലിവിയസ്നെസ്, നമ്മുടെ മറവിയും, ആൻഡ് നമ്മുടെ ഡിസയർ അല്ലെ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ചിലപ്പം ഒരു പരിധിയിൽ കൂടുതലായാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അതൊക്കെ നമുക്ക് ദോഷമായി മാറും എന്നല്ല. ഓൾ ഓഫ് വിച്ച് വിൽ ലീഡ് ടു ഡിസാസ്റ്റർ അറ്റ് സം ടൈം. ചില സമയങ്ങളിൽ ഇതൊക്കെ അല്ലേ നമ്മുടെ ജീവിതത്തിൽ പല ദുരന്തങ്ങളിലേക്കും ഇത് നയിക്കുമെന്നല്ല. അപ്പൊ എന്താണ്? ഇതൊന്നും കൂടാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ തീം എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായിട്ടുണ്ടാവും ഈ സ്നേക്ക് ആൻഡ് മിറർ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെ, ഇതിൽ ആരാണ് നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റ് ആരാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇതിലെ മേജർ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്ന സംഭവം എന്താണ്? an encounter with the snake. ഈ സ്നേക്കുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് അല്ലെ. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? അദ്ദേഹം എസ്കേപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഈ ഡേർട്ടി വെസ്റ്റ് മാത്രമാണ് ബാക്കി എന്ന് പറഞ്ഞല്ലോ. അതിൽ എന്താ ശരിക്കും കാണിക്കുന്നത്? അതൊക്കെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള എലമെന്റ് ആണ് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറിയിൽ കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചാൽ തന്നെ ഇതിന്ന് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ നമുക്ക് എഴുതികൂടെ? കാരണം അദ്ദേഹം എങ്ങനെയുള്ള ഒരാളാണ് അല്ലെ, ആരാണ് ഹോമിയോപ്പതി ഡോക്ടർ, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു, അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്, അദ്ദേഹം എങ്ങോട്ടാണ് എസ്കേപ്പ് ആയിട്ടുള്ള, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്തു? ക്യാരക്ടർ സ്കെച്ച് നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ദെൻ ഡയറി വന്നാലും നമുക്ക് എഴുതികൂടെ അല്ലെ? ഇങ്ങനെ ഒരു എൻകൗണ്ടർ ഒക്കെ അല്ലെ, അതിൽ നിന്ന് ആര് രക്ഷപ്പെട്ടു? നമ്മുടെ ഹോമിയോപ്പതിക് ഡോക്ടർ എസ്കേപ്പ് ചെയ്തില്ലേ? അപ്പം അന്ന് അയാൾ എഴുതുന്ന ഡയറി എങ്ങനെ ആയിരിക്കും? യെസ്, ജസ്റ്റ് ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ കോണ്ടന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അതും പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് മക്കളെ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താഴെ കമന്റ് ബോക്സിൽ മക്കൾ എന്തായാലും കമന്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.